കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്, അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാൽ കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവാം ദൈവമേ, നിന്റെ ഈ പരിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും കണക്കിടാതെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും നിനക്കിഷ്ടകരമായി തീരുവാൻ സഹായിക്കണമേ. ആമേൻ. ഇന്ന് ഹോശന്ന ഞായർ, അതായത് പാം സൺഡേ. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സമൂഹം ആചരിക്കുന്ന വിശുദ്ധ ദിനമാണ് ഹോശന്ന ഞായർ. വിശുദ്ധ ദിനത്തെക്കുറിച്ച് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ 4 സുവിശേഷത്തിലും വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 11 വരെയും, മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 1 മുതൽ 11 വരെയും, ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 28 മുതൽ 44 വരെയും, യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 12 മുതൽ 19 വരെയും വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. അവിടെ ജനക്കൂട്ടം ഈന്തപ്പനയുടെ കുരുത്തോലകൾ കയ്യിലേന്തി ദാവീദ് പുത്രന് ഹോശന്ന ഹോശന്ന എന്ന് ആർപ്പിട്ടുകൊണ്ട് രാജാതിരാജാവിനെ എതിരേൽക്കുന്നു. കാത്തിരിക്കുന്ന ജനങ്ങളുടെ രക്ഷകനായി വരുന്ന മിശിഹായെ വലിയ പ്രതീക്ഷകളോടെ ജനക്കൂട്ടം സ്വീകരിച്ചു. ഈ ഒരു ദിവസം 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവമായി മാറിയതിന് കാരണമായ ഒരു പ്രവചനം BC 520-നും 420-നും ഇടയിൽ ആണെന്ന് ബിബ്ലിക്കൽ സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നു. ആ പ്രവചനം ആണ് സെക്കരിയാവ് 9 അധ്യായം 9 പ്രതിപാദിച്ചിരിക്കുന്നത്. ആ വാക്യം എത്രയോ മനോഹരമായ വാക്കുകൾ കൂടിയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് കേൾക്കുക. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. സെക്കരിയ പ്രവാചകന്റെ പ്രവചനം 500 വർഷങ്ങൾക്ക് ശേഷം സാക്ഷാത്കാരമായി എന്നുള്ളത് അതിശയകരമല്ലേ? ആ പ്രവചനത്തെയും ആ മഹത് സംഭവത്തെയും 2500 വർഷത്തിന് ശേഷം ഒരു വിശ്വാസി സമൂഹം നെഞ്ചിലേറ്റുന്നു എന്നത് എത്രയോ അതിശയകരമാണ്. അന്ന് കുരുത്തോല കയ്യിലേന്തിയും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചും മരക്കൊമ്പുകൾ വെട്ടി ഇട്ടും ഒരുപക്ഷെ പൂക്കൾ വിതറിയും പരവതാനിക്കൊത്തവണ്ണം വഴിയൊരുക്കിയ ജനം ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഒരു രാജാവിന്റെ എഴുന്നള്ളത്ത്, ജനം കാത്തിരിക്കുന്ന മിശിഹ, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നേരെ സന്ദർശിക്കാൻ പോയത് ദൈവത്തിന്റെ ആലയം. ദൈവാലയത്തിൽ കടന്ന യേശു ചെയ്ത കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 12 വാക്യവും 13 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിപ്രകാരമാണ്. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞവരോടെ
എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 14 വാക്യത്തിൽ പരാമർശിക്കുന്നതായിട്ടുള്ള സൗഖ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് സാക്ഷ്യമായി പറയണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചെറുപ്പം മുതൽ പരിചയം ഉള്ള ഒരു സുവിശേഷകൻ്റെ കുടുംബജീവിതത്തിലെ സാക്ഷ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. CSA മധ്യകേരള മഹാ ഇടവകയിൽ 4 പതിറ്റാണ്ട് കാലം ഉപദേശവൃത്തിയിൽ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചതിൻ്റെ വളരെ അനുഗ്രഹപ്രദമായ നിമിഷങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ 1-ാമത്തെ വയസ്സിൽ ഇടത് കാലിന് പോളിയോ ബാധിച്ചിരുന്നു. പരസഹായമില്ലാതെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുവാൻ സാധിച്ചിരുന്നില്ല. ഒരു മുറിയിൽ നിന്ന് ഒരു സ്ഥാനത്തേക്ക് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് പോകുവാൻ നിരങ്ങി സഞ്ചരിക്കേണ്ട അവസ്ഥ. കുടുംബ പ്രാർത്ഥനയിൽ എന്നും ആ മകനെ മടിയിലിരുത്തി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. വർഷങ്ങൾ കടന്നു. 6 വർഷം സ്വന്തം മകന്റെ അവസ്ഥ കണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. സഭാകാര്യങ്ങളിലും മറ്റും വ്യക്തിപരമായ കാര്യങ്ങളിലും വീട്ടിൽ നിന്ന് യാത്രയാവുമ്പോൾ അവർ താമസിച്ചു കൊണ്ടിരുന്ന മിഷൻ വീടും അടുത്തു തന്നെയുള്ള പള്ളിയോട് ചേർന്ന പുതുവഴി വരെ ഈ മകൻ പോകുമായിരുന്നു. ഒരു ദിവസം സഭാതലത്തിലെ കാര്യത്തിനായി കോട്ടയത്തിന് പോകുമ്പോൾ മകന്റെ ശല്യം കാരണം അവനെയും കയ്യിലെടുത്തുകൊണ്ട് റോഡിന്റെ അരികെ വരെ പതിവ് പോലെ കൊണ്ടുവന്നു. പക്ഷേ അന്ന് ആ അച്ഛന് മനം നൊന്ത് ദേവാലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ദൈവമേ, ഇത്രയും നാൾ നിന്റെ വചനത്തെ ഘോഷിച്ചു, ഞാൻ നിന്റെ വഴിയിൽ നടന്നു, ഇപ്പോഴും നിന്റെ വചനം ഘോഷിക്കുന്നു, മുന്നോട്ടും അത് ചെയ്യുവാനുള്ള ധൈര്യം തരണം. ഞാൻ കഴിഞ്ഞ 6 വർഷമായി നിന്റെ സന്നിധിയിൽ എൻ്റെ മകനെ മടിയിലിരുത്തി നിന്നോട് യാചിച്ചു. ഇന്ന് ഞാൻ നിന്നോട് അവസാനമായി ഒന്ന് യാചിക്കട്ടെ, നീ കേൾക്കണമേ. ഞാൻ ഇന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മകൻ എഴുന്നേറ്റ് നിൽക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു, അവനെ നിന്റെ ദാസനായി നിന്റെ വേലക്കാരനായി നടത്തിക്കൊള്ളാം. അതിനായി നീ വഴി നടത്തണമേ. ഇത്രയും പ്രാർത്ഥിച്ച് ആ പിതാവ് തൻ്റെ മകനെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് യാത്രയായി. വൈകുന്നേര സമയം, സാധാരണ വീട്ടിലെത്തുന്ന അതേ സമയം, അച്ഛനെ സ്വീകരിക്കാൻ മകൻ പതിവ് പോലെ പള്ളിയുടെ മുറ്റത്തുള്ള സ്ഥലത്ത് കാത്തിരിക്കുകയാണ്. ഈ സമയം ആ പിതാവ് തിരിച്ചു വന്നു. പള്ളിയുടെ സമീപത്തേക്ക് വന്നപ്പോൾ മകനെ വളരെ ആകാംക്ഷയോടെ നോക്കി. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതാണല്ലോ, എൻ്റെ മകൻ്റെ അവസ്ഥ എന്തായിരിക്കും? മകനിൽ യാതൊരു മാറ്റവും കണ്ടില്ല. മനം നൊന്തു. അവനെ എടുക്കുവാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ഇച്ചായ എന്ന് വിളിച്ചുകൊണ്ട് കൈപൊക്കി 2 കാലിൽ ആ പൈതൽ നിന്നു. ആ സുവിശേഷകൻ അതിശയത്തോടെ നോക്കി നിന്നുപോയി. പെട്ടെന്ന് മകൻ താഴോട്ടിരിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഉച്ചത്തിൽ വീട്ടിലേക്ക് വിളിച്ചു. പള്ളിയുടെ താക്കോൽ കൊണ്ടുവരികിച്ചു. പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം കരയട്ടെ. ഇവിടെ ഇത് സാക്ഷ്യമായി പറയുവാൻ എന്നെ പ്രേരിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 14 വാക്യമാണ്. അവിടെ മുടന്തരെ സൗഖ്യമാക്കി എന്ന വാക്യം. ആ കാലഘട്ടത്തിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു നേതാവ്, ജനം വർഷങ്ങളായി കാത്തിരിക്കുന്ന മിശിഹായുടെ വരവും അനീതിക്കെതിരെ എടുത്ത നടപടിയും, ജനങ്ങളുടെ ആർപ്പുവിളിയിൽ ഇതെന്തു സംഭവിക്കുന്നു എന്ന് സംശയിച്ചു പോയ ഭരണാധികാരികളെയും പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും പരിഭ്രാന്തരാക്കിയ ദിവസം. 2000 വർഷം മുമ്പുള്ള ജനം അറിയുന്നില്ല വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന്. വളരെ പ്രതീക്ഷകളോടെ കഴിഞ്ഞുകൂടിയ ജനത നസറയനായ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടും കേട്ടും പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ജനത
തങ്ങളുടെ അടുക്കിലേക്ക് തങ്ങളുടെ രാജാവ് വരുന്നു, രാജാതിരാജനോട് എന്തപേക്ഷിക്കണം എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞ ഒരു കൂട്ടം ജനത. അവരിൽ കുരുടർ, മുടന്തർ, മറ്റു രോഗികൾ, ഒരു കൂട്ടം ജനത ജെറുസലേം ദേവാലയത്തിന്റെ പരിസരത്ത് കൂടിയിരുന്നതായി മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അതേ, സൗഖ്യദായകനായ ദൈവപുത്രൻ. കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ജനത്തിൻ്റെ രക്ഷകനായി വന്ന ദൈവപുത്രൻ യേശു പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായി ചെയ്ത അത്ഭുതങ്ങൾ കണ്ടതും കേട്ടതുമായി വളരെ പ്രതീക്ഷയോടെ യേശുവിൻ്റെ സാമീപ്യം പ്രതീക്ഷിച്ച ജനം വിശ്വാസത്തോടെ അവൻ്റെ അടുക്കിലേക്ക് കണ്ണുനീരോടെ അവൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചു. അവൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ യാചിച്ചു. ആ യാചന കേട്ട ദൈവപുത്രൻ കരങ്ങൾ നീട്ടി സ്വാന്തനപ്പെടുത്തി സൗഖ്യപ്പെടുത്തി എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകിയ രാജാതിരാജൻ. ഒരുപക്ഷെ എത്രയോ പേർ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യം പ്രാപിച്ചു കാണും. ഇവിടെ അതൊന്നും പ്രതിപാദിക്കാതെ കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി എന്ന് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 25 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് അതായത് യോഹന്നാൻ നിരൂപിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്കുകൾ ഇതിന് സാക്ഷ്യമാകുന്നു. അതേ, ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പാടിയ ദിവസം യേശു നടത്തിയ അത്ഭുത പ്രവൃത്തികളിൽ ഒന്നാണ് മുടന്തരെയും കുരുടരെയും സൗഖ്യപ്പെടുത്തിയത്. ആ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഒരു ദൈവദാസന്റെ വേല എത്രമാത്രം വിശ്വാസത്തിൽ കൂടെ കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് സ്വന്തം മകൻ്റെ തളർന്ന കാലിൻ്റെ നരിയാണികളെ ദൈവം ഉറപ്പിച്ച് ബലപ്പെടുത്തി നടത്തിച്ചു എന്നത്. ഒരു ദൈവവേലക്കാരൻ്റെ, ഒരു പിതാവിൻ്റെ കണ്ണുനീര് കണ്ട ദൈവം നൽകിയ സൗഖ്യം അനുഭവിച്ച മകൻ 2019 കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട റവറൻറ്റ് NS ജോഷുവ അച്ഛൻ CSI മധ്യകേരള മഹായിടവകയിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർഡായി എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ ജ്യേഷ്ഠനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ദൈവദാസൻ 1998 കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട NM ശാമുവേൽ റിട്ടയർഡ് CSI കാറ്റക്കിസ്റ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാണ്. ഇരുവരും അവരുടെ ഈ സാക്ഷ്യം സഭാ ശുശ്രൂഷ വേളകളിൽ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കുടുംബം ഇന്നും യഹോവയെ സേവിക്കുന്നു. ഞങ്ങൾ കുടുംബമായി പല വിധത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി ഇന്നും രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളുടെ ഈ കുടുംബസാക്ഷ്യം ഈ നോയമ്പ് വേളയിലെ സുവിശേഷീകരണത്തിൽ പങ്കുകൊള്ളാൻ ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. കഷ്ടപ്പാടിന്റെ നാളുകളിൽ എന്നെ ചേർത്തു